മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. ഈ കള്ളൻ എന്ന് പറയുന്നത് പിശാചിനെയാണ് ഉദ്ദേശിക്കുന്നത്. നല്ലത് തരാനായിട്ട് പിശാച് വരത്തില്ല. ജനത്തിന് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പം യേശു എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് നന്മ തരാനാണ് യേശു വരുന്നത്, അനുഗ്രഹം തരാനാണ് യേശു വരുന്നത്, സമാധാനം തരാനാണ് യേശു വരുന്നത്, സ്വസ്ഥത തരുവാനാണ് യേശു വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അധികമായി എല്ലാം സമൃദ്ധിയായി നമുക്ക് തരുവാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ സമാധാനം, യേശു നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് നിങ്ങളുടെ സമാധാനം കവിഞ്ഞൊഴുകുന്ന ഒരു ജീവിതമായി തീരാൻ, സന്തോഷം കവിഞ്ഞൊഴുകുന്ന ജീവിതം, സമാധാനം, സ്വസ്ഥത അല്ലെങ്കിൽ സമ്പത്ത്, ഇതൊക്കെ കവിഞ്ഞൊഴുകുന്ന ഒരനുഭവം നമ്മുടെ ലൈഫിൽ തരുവാനായിട്ടാണ് യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്. യേശു ഭൂമിയിലായിരിക്കുമ്പോൾ ഓരോ ഇൻസിഡന്റ് ഓർത്താൽ മതി. എവിടെ യേശു കാനായിലെ കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ എന്താ സംഭവിച്ചു? അവിടുത്തെ പ്രശ്നം പരിഹരിച്ചു. സ്തോത്രം. അപ്പം ഇതാണ് യേശുവിൻ്റെ ലക്ഷ്യം. ഇതാണ് യേശു നിങ്ങളുടെ ജീവിതത്തിലേക്കും എൻ്റെ ജീവിതത്തിലേക്കും വന്നത്. നമ്മുടെ കുറവുകളെ തീർത്ത് നമുക്ക് നന്മകളെ തന്ന് നമ്മളെ അത്ഭുതമാക്കി സന്തോഷമാക്കി മാറ്റുവാനാണ് യേശു വന്നത്. അങ്ങനെ കാണുന്നു. ഓരോ കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് നോക്കിക്കേ. ഓരോ വീട്ടിൽ ചെന്നത്, ഓരോ സാഹചര്യങ്ങളിൽ ചെന്ന് അവിടെ ഇപ്പം നമുക്കറിയാം ബെഥെസ്ദ കുളക്കരയിൽ ചെല്ലുന്നു. ആ ചെറുപ്പക്കാരൻ വർഷങ്ങളായിട്ട് ആ കുളക്കരയിൽ കിടക്കുക, ഒരു സൗഖ്യത്തിന് വേണ്ടി കിടക്കുക. താൻ ലോകപരമായി പല പ്രവൃത്തികൾ ചെയ്തു, പരിശ്രമങ്ങൾ നടത്തി, ഒരു കാര്യവും നടന്നില്ല. എന്നാൽ യേശുവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ യേശുവുമായിട്ടൊരു കണ്ടുമുട്ടൽ ഉണ്ടായപ്പോൾ, അവൻ്റെ വർഷങ്ങളായിട്ടുള്ള പരിഹാരം അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവിക ജീവൻ വ്യാപരിച്ചു, സമൃദ്ധിയായ ജീവൻ വ്യാപരിച്ചു. കിടക്കെടുത്തുകൊണ്ട് അവൻ നടക്കുകയാണ്, അത്ഭുതം സംഭവിക്കുകയാണ്. ഇത് തന്നെയാണ് യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് ഇന്ന് കൺഫസ് ചെയ്യാം, യേശു എൻ്റെ ജീവിതത്തിൽ വന്നത് എന്നെ അനുഗ്രഹിക്കുവാനും, സ്നേഹനിധിയായ യേശു, എനിക്ക് വേണ്ടി ജീവൻ തന്ന യേശു എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്നെ അത്ഭുതമാക്കുവാനും, എൻ്റെ ജീവിതത്തിൽ സമാധാനവും ആരോഗ്യവും സ്വസ്ഥതയും എൻ്റെ ജീവിതത്തിൽ കവിഞ്ഞൊഴുകുവാനും, അതുമാത്രമല്ല സ്വർഗീയ ജീവൻ, അപ്പൻ്റെ ജീവൻ, നിത്യജീവൻ എൻ്റെ ഉള്ളിലാക്കി എന്നെ എന്നും ആനന്ദത്തിൽ കൊണ്ടുപോകാൻ, നിത്യമായ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും യേശു എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നു. നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് യേശു നമ്മുടെ ലൈഫിലേക്ക് വന്നത്. നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ മാത്രമാണ് യേശു നമ്മുടെ ജീവിതത്തിൽ വസിക്കുന്നത്. അത് വിശ്വസിക്കുക, അത് തന്നെ ഏറ്റുപറയുക, അല്ലാത്ത ഒന്നും സ്വീകരിക്കരുത്.